ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിൻ്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. Read it. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി 28-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ. യാക്കോബ് ബർശബായിൽ നിന്ന് ഹാരാനിലേക്ക് പുറപ്പെട്ടു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്ക് ഒരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചിലവഴിക്കുകയും ചെയ്തു. ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴെ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു. അവന് ഒരു ദർശനമുണ്ടായി. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും. നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും. നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. അതായത് ഈ വാഗ്ദാനം കേൾക്കുമ്പോഴുണ്ടല്ലോ, ഉടമ്പടി എടുത്തവരെ, ഉടമ്പടി ജീവിക്കുന്നവരെ, വേദവചനം വായിക്കുമ്പോൾ ഈ വാഗ്ദാനം കേൾക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയും കുതിച്ചു ചാടുകയും തുള്ളിച്ചാടുകയും ചെയ്യണം. എന്താ കാര്യത്തിൽ ഞാൻ ഈ വാഗ്ദാനങ്ങളെല്ലാം നമുക്കറിയാമല്ലോ. അവസ്ഥ നമ്മൾക്ക് 22 വെളിപാടിൻ്റെ 22 22:6 എന്താ പറയുക, റൈറ്റ് ഡൗൺ എന്ന് പറയും. എന്താണ് ഈ വചനങ്ങളെല്ലാം വിശ്വാസയോഗ്യവും സത്യവുമാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വെളിപാട് 22:6. ശ്രദ്ധിക്കട്ടെ. വെളിപാട് 22:6. അവൻ എന്നോട് പറഞ്ഞു, അവൻ എന്നോട് പറഞ്ഞു, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്, നമ്മൾ പറയണം ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. എന്നുവെച്ചാൽ എനിക്ക് വിശ്വസിക്കാവുന്നതാണ്, കാര്യം അതാണ്, സത്യമായത് കൊണ്ടാണ്. ഇതെൻ്റെ ജീവിതത്തിൽ, അതായത് കർത്താവിൻ്റെ ഓരോ വചനവും കാലാതീതമാണ്. എവിടെയല്ല കാലങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരുന്നാലും ശരി, യാക്കോബിനോട് പറഞ്ഞ വചനങ്ങൾ ആ വചനമായിട്ട് തന്നെ ഇന്ന് നീയാണ് ദൈവത്തിൻ്റെ യാക്കോബ്, നീയാണ് ദൈവത്തിൻ്റെ എബ്രാഹാം, നീയാണ് ദൈവത്തിൻ്റെ ഇസഹാക്ക്. ആ ഒരു ബോധം നിനക്കുണ്ടാകണം. നീയാണ് ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ അനുജനോ അതുപോലെ ദൈവത്തിൻ്റെ പൈതലോ. അതുകൊണ്ട് ദൈവം നിനക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ള എല്ലാ വചനങ്ങളും, ഈശോ എന്നാ പറഞ്ഞത്, കാലത്തിൻ്റെ അവസാനം വരെ, അല്ലേ, കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ ഈശോ പറഞ്ഞത് ഈ 21:34 വിശുദ്ധ ലുക്കായുടെ സുവിശേഷം 21:34, 21:33. അതായത് ആകാശവും ഭൂമിയും കടന്നു പോകും എന്ന് പറഞ്ഞേ. ആകാശവും ഭൂമിയും കടന്നു പോകും. അപ്പം നിങ്ങൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഒന്ന് പറഞ്ഞേ, ആകാശവും ഭൂമിയും കടന്നു പോകും. എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. അതാണ് പ്രശ്നം. അതായത് ഈ വചനങ്ങൾ കടന്നു പോകാതെ നിലനിന്ന് ഫലിക്കുകയാണ്. എന്താണ് കടന്നു പോണത്? വാക്ക് കടന്നു പോകത്തില്ല. 33 അല്ലേ? 21:33 വിശുദ്ധ ലൂക്കാ സുവിശേഷം. നീ ശ്രദ്ധിക്കണം അച്ഛനെ. അതായത് കടന്നു പോണത് എന്താണ്? ആകാശം കടന്നു പോകും. ദാറ്റ് മീൻസ് എന്താണ്? ടൈം കഴിഞ്ഞു പോകും. ആകാശം എന്നല്ലേ ടൈമൊക്കെ ഉണ്ടാകണത്, അല്ലേ? സൂര്യനെ നടുക്ക് നിർത്തിക്കൊണ്ട് സൂര്യന് ചുറ്റും നമ്മൾ ഭൂമിയൊക്കെ കറങ്ങുമ്പോഴും ഭൂമി സ്വയമായിട്ട് കറങ്ങുമ്പോൾ 24 ദിവസം, ഒരു പ്രാവശ്യം സൂര്യന് ചുറ്റും കറങ്ങണതിന് 360 ദിവസം. അപ്പോൾ ദിവസങ്ങളും വർഷങ്ങളും ഒക്കെ ഉണ്ടാകണത് ഇവരുടെ കറക്കത്തിൽ നിന്നല്ലേ. അതാണ് ആകാശം എന്ന് പറയുന്നത്. ആകാശം ഇങ്ങനെ കടന്നു പോകുന്ന വെച്ച് കഴിഞ്ഞാൽ കാലങ്ങൾ മാറി മാറി വരും. ഇപ്പോൾ 23 അല്ലേ, അടുത്ത കൊല്ലം 24, പിന്നെ 25. അപ്പോൾ കാലം മാറിപ്പോകാനും പോകുകയും, കാലം മാറിപ്പോയാലും പിന്നെ എന്താണ്, ഭൂമിയും മാറും.
ഇപ്പം 21:33 എന്താ പറയണത്? ആകാശം ഒന്ന് പറഞ്ഞ്, ആകാശവും കടന്നു പോകും, ഭൂമിയും കടന്നു പോകും. ഭൂമി കടന്നു പോകും. എന്താ സംശയിക്കണേ? ഇപ്പം തന്നെ ഇപ്പോഴും ഹിമാലയം പ്ലേറ്റോ തമ്മിൽ ഇടിച്ച് പൊങ്ങി അല്ലേ? ചൈനയും അതുപോലെ തന്നെ മംഗോളിയൊക്കെ ഉള്ളൊരു പ്ലേറ്റും പിന്നെ ഏഷ്യൻ പ്ലേറ്റും തമ്മിൽ ഇടിച്ച് കുത്തിപ്പൊങ്ങി ഹിമാലയം ഉണ്ടായെന്നുള്ള തിയറി ഇപ്പോഴും ശാസ്ത്രം പ്രാബല്യത്തിലെടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഭൂമി ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ്ട്രേലിയയൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ? ആസ്ട്രേലിയയൊക്കെ ഒരു 10 ലക്ഷം വർഷം കഴിയുമ്പോൾ വന്ന് ഇന്ത്യയിൽ ഇടിക്കുമായിരിക്കും ഈ സാധനം. അപ്പോൾ ഇവിടെ ഉണ്ടാകും പർവ്വതങ്ങളൊക്കെ. കർത്താവ് പറഞ്ഞ കറക്റ്റാണ്. ഇതിങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ട് ഇരിക്കുകയാണ് ഈ സംഭവം. നമ്മളിരിക്കുന്ന സ്ഥലത്ത് പണ്ട് തോമസ് ശ്രീയൊക്കെ വന്നു എന്ന് പറയുന്ന കാലത്ത് ഇവിടെ കടലാണല്ലേ ഇവിടെ. ഇപ്പം ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? കലവൂർ. കലമെന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പലെടുക്കുന്ന ഊര് അല്ലേ? അപ്പോൾ തുറമുഖം എന്നാണ് എൻ്റെ അർത്ഥം. അല്ല കലാകാരന്മാരുടെ സ്ഥലമൊന്നുമല്ല, തുറമുഖമാണ്. അപ്പോൾ ഇത് ഒരു കാലത്ത് കപ്പൽ അടുത്തിരുന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ ഇരുന്നുകൊണ്ട് സുന്ദരമായിട്ട് ധ്യാനം കൂടിക്കണം. ഭൂമി കടന്നുപോയി, ഭൂമി പിന്നെയും വെച്ചുപോയി. അപ്പോൾ കർത്താവ് പറഞ്ഞ് കറക്റ്റാണ്. വെച്ച് കഴിഞ്ഞാൽ കാലം മാറിപ്പോകും, അതേ തന്നെ ഭൂമിയും കടന്നു പോകും. പിന്നെ എന്താണ് കടന്നു പോകാത്തത്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ കടന്നു പോകുകയില്ല. കൈയിടിച്ച് കർത്താവിന് വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് വാഗ്ദാനത്തിനായി നോക്കി പാർക്കുവാൻ ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങൾ എല്ലാവരെയും ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളതു വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് വചനം മാത്രം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാറുള്ളത് വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാറുള്ളത് വചനം മാത്രം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ വചനങ്ങൾ എല്ലാം നിറവേറാനുള്ളതാണ്. അത് നമ്മുടെ കാലം കഴിഞ്ഞാലും എത്രയോ വർഷം കഴിഞ്ഞാലും ലോകം അവസാനിക്കുന്ന വരെ വചനം മനുഷ്യൻ്റെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ വചനത്തെ നിറവേറ്റാനുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ എന്താണ്? ദാറ്റ് ഈസ് കവനൻറ്റ്. അതാണ് ഉടമ്പടിയുടെ ഒരു ബലമെന്ന് പറയണത്. ഉടമ്പടി പ്രകാരമാണ് വചനം നിറവേറുന്നത്. ഒരു പ്രാർത്ഥനാ പ്രകാരം സിംഗിൾ പ്രെയർ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാം സിംഗിൾ ഫേസാണ്. പക്ഷെ ഒരു വചനം എപ്പോഴും നിറവേറുന്നത് ഞാൻ നിന്നോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റം വരികയില്ലെന്നാണ് പറയണത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വചനങ്ങളുണ്ട്, ഉടമ്പടി വചനങ്ങൾ. ഇപ്പം ഞാൻ നിന്നോട് പറഞ്ഞ വചനങ്ങൾ എന്താണ്? ഞാൻ നിന്നോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റം വരികയില്ല. കാര്യം എന്താണ്? ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം നിറവേറ്റും. ഇപ്പോഴ് കർത്താവിൻ്റെ വചനത്തിൽ ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം നിറവേറ്റും. അതായത് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. മത്തായി 5:18 ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിഷയം അതെല്ലാം പൂർണ്ണമായിട്ട് നിറവേറും. എന്താ കാര്യം? ഉൽപ്പത്തി 28:15 ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ഉൽപ്പത്തി 28:15 സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 28:15 നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ. ഒന്ന് പറഞ്ഞ് ഏറ്റു പറഞ്ഞ സ്വരത്തിൽ പറഞ്ഞ് ഇടിമുഴക്കം പോലെ പറഞ്ഞ് നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഹല്ലേലൂയ, 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 മഹത്വം, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ വാഗ്ദാന വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ഞാൻ നിന്നെ
സ്വരത്തിൽ പാടുക. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ ആര് മറന്നാലും ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. നമ്മൾ വളരെ ആഴമായ രീതിയിൽ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. എന്താണ്? കർത്താവ് എന്നെ കൈവിടത്തില്ല, അത് അവൻ്റെ വാഗ്ദാനമാണ്. ഒന്ന് പറഞ്ഞേ, കർത്താവ്. കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പറയാം, കർത്താവ് ഈ കണ്ണീരിന്റെ കാലത്ത് എന്നെ കൈവിടത്തില്ല, എന്റെ കുടുംബത്തെ കൈവിടത്തില്ല. അത് കർത്താവിന്റെ വാഗ്ദാനമാണ്. വാഗ്ദാനങ്ങളിലെ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ വാഗ്ദാനങ്ങളിലെ ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ ആര് മറന്നാലും ഒരുമിച്ച് ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഈ ദ പ്രസൻസ്, ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പ്രസൻസ്. നിങ്ങൾ തൈലം എടുക്കുമ്പോൾ എപ്പോഴും പ്രസൻസിനെക്കുറിച്ച്, കർത്താവിൻ്റെ സാന്നിധ്യം, വാഗ്ദാനമുള്ള സാന്നിധ്യം, നീ തൈലം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി നെറ്റിക്ക് കുരിശ് വരച്ച് ഇറങ്ങുമ്പോൾ തന്നെ നീ നിൻ്റെ മനസ്സിനോട് പറയണം, ആരാണ്? എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അതിനാണ് ഉടമ്പടിയുടെ തൈലം തന്നിരിക്കുന്നത് കർത്താവ്. അതെപ്പോഴും ദാവീദും അങ്ങനെ പറയുമായിരുന്നു, അവിടുന്ന് എൻ്റെ ശിരസ്. ദാവീദും ഉടമ്പടിയുടെ ആളല്ലേ, അങ്ങനെ ഉടമ്പടി പ്രകാരമാണല്ലേ രാജസ്ഥാനം കിട്ടിയത്. അപ്പോൾ ദാവീദും പറയുമായിരുന്നു, എൻ്റെ കർത്താവ് എൻ്റെ ശിരസിൽ എപ്പോഴും തൈലം പൂശും. കാര്യം എന്താണ്? എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. സങ്കീർത്തനം 23:5. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. സന്തോഷത്തോടെ പാടുക. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. 23-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അതായത് ഈ ശിരസ് തൈലം കൊണ്ട് പൂശണത്, അതായത് മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിലും അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ആ കൂടെയാണ് തൈലപ്പൂശലിലൂടെ നമുക്ക് കിട്ടുന്നത്. തൈലം എപ്പോൾ പൂശാലും ഓർക്കണം, യാക്കോബ് കല്ലിലൊഴിച്ച തൈലം, ദാവീദ് നെറ്റിയിലൊഴിച്ച തൈലം, അഭിഷേക തൈലം, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉറപ്പ് വരുത്തുന്ന ഉടമ്പടിയുടെ തൈലം, അത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിന്നെ
ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എനിക്ക് എൻ്റെ സഹോദരനോട് പറയാനുള്ളത്, നിങ്ങൾ ഉടമ്പടി എടുക്കുന്നത് ഒരു പക്ഷേ ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടിയാണ് വിചാരിച്ചു. ജോലി, വീട്, വിവാഹം, പരീക്ഷ, ഇൻ്റർവ്യൂ. അതെ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഇഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ പെർട്ടിക്കുലർ തിങ്സ് മാത്രമല്ല. നിങ്ങൾക്ക് പറ്റണ ഒരു അബദ്ധം ഇപ്പോൾ ജപ്തി നടപടിയാണ്. അപ്പോൾ നിങ്ങൾ ജപ്തി നടപടി മാറുക എന്നുള്ള വിഷയത്തിനായിരിക്കും നിങ്ങൾ ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ അതിനേക്കാൾ വലിയ സംഭവം അവിടെ നടക്കുന്നുണ്ട്. എന്താ കാര്യം? നിൻ്റെ ദൈവം നിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ റീജ അഗസ്റ്റിൻ്റെ ഒരു സാക്ഷ്യം ഈ ദിവസങ്ങളിലെ നല്ല സാക്ഷ്യങ്ങളൊന്നാണ്. റീജ അഗസ്റ്റിന് അതായത് അവർ കാനഡയിലാണ്, സിലിക്കൺ വാലിയിൽ. അവർ 10-12 കൊല്ലമായിട്ട് അവിടെയാണ്. അപ്പോൾ അവരുടെ സാക്ഷ്യത്തിൽ ഉള്ള പ്രത്യേകത, അവർക്ക് ഒരു ദിവസം വെളുപ്പിന് 4:30 ഗാരേജിൽ നിന്ന് വണ്ടി എടുക്കണം. കാരണം 5:30 പോകേണ്ടത്. പക്ഷെ അവിടെ എന്തോ ഒരു ടൈമിൻ്റെ ഒരു ചേഞ്ച്, അവർ ആ രാജ്യത്ത് ക്ലോക്ക് തിരിച്ചു വെക്കുന്ന ടൈം സേവിങ് എന്തോ ഒരു പരിപാടിയുണ്ട്. അത് മൊത്തം അങ്ങനെ ബാധിക്കും. ഒരു 3 മാസമൊക്കെ നിൽക്കും അത്. അപ്പം അതുകൊണ്ട് 5:30 പോകേണ്ട ആൾ 4:30 പോകണം. അപ്പം 4:30 പോയി ഗാരേജിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഭർത്താവാണ് സാധാരണ എടുക്കണത്. വണ്ടി ഗാരേജിൽ നിന്ന് വണ്ടി കൊണ്ടുവരണം, കുറച്ച് ദൂരത്തിലേ. ഇപ്പോൾ ഇന്ന് ഹസ്ബൻഡ് പറഞ്ഞിട്ട് നീ പോയി വണ്ടി എടുത്തിട്ട് വരാൻ പറഞ്ഞു. 4:30 വെളുപ്പിന്. അപ്പോൾ വണ്ടി എടുക്കുന്നവർക്ക് പേടിയാണ്. എങ്കിലും പറഞ്ഞത് കാര്യം അദ്ദേഹം ഒരുമിച്ച് പോകണം. കാര്യം ഇത് കുറച്ച് 2 മണിക്കൂർ യാത്രയുണ്ട്. അതിനുശേഷമാണ് ജോലി. ഒരു ദിവസം 10 മണിക്കൂർ ജോലിയുണ്ട്. പിന്നെ ടൈറ്റ് ടൈം ടേബിളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജോലി ഇടയ്ക്ക് നിനക്ക് പറയണത് പെട്ടെന്ന് പോയി എടുത്തുകൊണ്ട് വരണം. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ഷെയർ ചെയ്തല്ലേ ജീവിക്കണത്. അപ്പോൾ ഒരാൾ എടുക്കാൻ പറഞ്ഞാൽ പിന്നെ എനിക്ക് പറ്റത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ പോയി എടുക്കേണ്ടി വരും. വണ്ടി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവർക്ക് പേടിയാണ്. ഇതുവരെയൊക്കെ എടുത്തിട്ടുമില്ല. അങ്ങനെ എനിക്ക് പേടിയാണ് അമ്മയെന്ന് പറഞ്ഞ് ഇവർ വണ്ടി ഗാരേജിൽ കയറി വണ്ടി എടുത്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അടുത്ത സീറ്റിൽ ആ വെളുപ്പം കാലത്ത് ഈ ചാര നിറത്തിലുള്ള സാരിയും ചുറ്റി അമ്മ ഇവളുടെ കൂടെ ഇരിക്കണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞില്ലേ, നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ഇപ്പോൾ ഉടമ്പടി ഇങ്ങനെ സഞ്ചരിച്ചു പോണത്. ഞാനും അമ്മ ആദ്യം ഉടമ്പടി തരുമ്പോൾ ഓർത്തില്ല. എനിക്കിതിനെക്കുറിച്ചൊക്കെ അത്ര ആധികാരികമായിട്ട് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഉടമ്പടി അനാദികാലം മുതൽ ദൈവത്തിൻ്റെ വാക്കുകൾ പാലിക്കുന്ന, ദൈവം വാഗ്ദാനം പാലിക്കുന്ന ഒരുപക്ഷെ ഒരേ ഒരു ഫോർമാറ്റാണിത്. ദൈവം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഉടമ്പടി പാലിക്കും. ദൈവം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ നമ്മളും അതുപോലെ നിൽക്കണം. ഇപ്പം നമ്മളോട് പറഞ്ഞില്ലേ, ഇപ്പം ഉൽപ്പത്തി 28:15 എന്താ പറയണത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതെല്ലാം ഞാൻ പാലിക്കുന്നവരെ നിന്നെ വിട്ട് പിരിയത്തില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? അതൊക്കെ വാഗ്ദാനമാണ്, ഇട്ടിമുഴക്കമുള്ള വാഗ്ദാനമാണ്. ഒന്ന് പറഞ്ഞേ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിറവേറ്റുന്നതുവരെ നിന്നെ വിട്ട് പിരിയത്തില്ല. അപ്പോൾ അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അപ്പോൾ ആ വാഗ്ദാനത്തിലാണ് ഈ അഷ്വറൻസിൽ അമ്മ കൂടെ വരണത്. അപ്പോൾ നമുക്ക് അതായത് നമ്മൾ ആദ്യമൊക്കെ ജനങ്ങൾ സഞ്ചാരി മാതാവ് എന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്കൊരു ചെറിയ ചമ്മലായിരുന്നു. ഇനി പുതിയ മാതാവിനെ ആൾക്കാർ ഇറക്കിക്കൊണ്ട് വരികയാണ്. ഇതിപ്പോൾ സഭ എങ്ങനെ ഇതിനെ കാണുമെന്നൊക്കെ എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ സഞ്ചാരി മാതാവ് എന്നൊന്നും ആരും പറഞ്ഞില്ല. എല്ലാ മാതാവല്ലേ, പിന്നെ എന്തിനാ പുതിയ പേരിടണം. പക്ഷേ ഈ സാക്ഷ്യങ്ങൾ കേട്ട് വരുമ്പോൾ സഞ്ചാരത്തിനേക്കാൾ അപ്പുറത്താണ് സാന്നിധ്യം നൽകണത്. എവിടെയാണ് നിനക്കൊരാവശ്യമുള്ളത്, അവിടെ എന്ത് വിഷയത്തിനാണ് ആവശ്യമുള്ളത്, അവിടെ നിന്നോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിറവേറ്റുമ്പോഴും ഐ വിൽ നോട്ട് ലെറ്റ് യു ഓർഫൺ, ഞാൻ നിന്നെ ഒരു കാലത്ത് നിന്നെ പിരിഞ്ഞു പോകത്തില്ലെന്ന് കൈയിടിച്ച് കർത്താവിനെ ഞങ്ങളോടൊത്ത് സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരനാമേ,
വാഗ്ദാനപേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരനാഥാവേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതെല്ലാം ദൈവം നിറവേറ്റും. പക്ഷേ ഉടമ്പടിക്കൊരു പ്രശ്നമുണ്ട്. എന്താണ്? നമ്മൾ ദൈവത്തോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ നിറവേറ്റണം. എന്നാലേ ഉടമ്പടി ആകത്തുള്ളൂ. മനസ്സിലായില്ലേ? ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിറവേറ്റും. പക്ഷെ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിറവേറ്റണം. ഇപ്പം ഇവർക്ക് ഈ റിജയ്ക്കൊരു കുഴപ്പമുണ്ട്. കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അവിടെ പ്രശ്നം എന്താ? അവരുടെ പ്രശ്നം അവർക്ക് 10 മണിക്കൂർ ജോലിയാണ്. 12 മണിക്കൂർ ജോലി ചില സമയത്ത് വരും. എന്നിട്ട് പിന്നെ 1 മണിക്കൂർ ഡ്രൈവിംഗ് ഉണ്ട്. ദാറ്റ് മീൻസ് എന്ത്, ഒരു നമ്മളൊക്കെ 8 മണിക്കൂർ ജോലിയാണ് ജോലി ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ചിലർ OT-ഒക്കെ എടുത്ത് ജോലി ചെയ്യും. ഇത് സ്ഥിരമായിട്ട് 10 മണിക്കൂറാണ് അവരുടെ വർക്കിംഗ് അവേഴ്സ്. അതാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ വരുമ്പോൾ ടയർഡായി പോകും. ടയർഡായപ്പോൾ ഇവർ പറയണത്, ഞാൻ ആ ഉടമ്പടിയുടെ അരമണിക്കൂർ വചനം വായിക്കത്തില്ല. എന്നിട്ട് ഞാൻ പറയും, ഹസ്ബൻഡ് വായിക്കട്ടെന്ന് പറയും. ഹസ്ബൻഡ് എൻ്റെ ഭർത്താവാണല്ലോ, അപ്പം അദ്ദേഹം വായിക്കുമ്പോൾ അദ്ദേഹത്തെ എൻ്റെ അക്കൗണ്ടിലാക്കുമെന്ന് ഞാൻ. അവർ വളരെ സിൻസിയറായിട്ടാണ് പറയണത്, മാത്തമാറ്റിക്കലായിട്ടാണ് പറയണത്. ഹസ്ബൻഡ് വായിക്കുമ്പോൾ കർത്താവിനോട് ഞാൻ പറയും, ഹസ്ബൻഡ് വായിക്കുന്നുണ്ട്, അത് എൻ്റെ പേരിൽ നിന്ന് ആക്കി എടുത്തേക്കണമെന്ന്. അപ്പോൾ അവർ ഭയങ്കര കമ്മ്യൂണിക്കബിളാണ് ദൈവമായിട്ട്. അതാണ് ഈ വന്നൊക്കെ കൂടെ ഇരിക്കണതേ. ആ വിശ്വസിക്കുമ്പോൾ ഇങ്ങനെ ഒക്കത്തില്ലേ, കിട്ടുക വരുക ഇല്ലേ, ശരിയാണോ എന്നൊക്കെ സംശയിച്ചല്ല. അവർ പറഞ്ഞത് എന്താണ്? എനിക്ക് 10 മണിക്കൂർ വർക്കുണ്ട്, പിന്നെ എനിക്ക് 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും 2 മണിക്കൂർ ഡ്രൈവിങ്ങിന് പോകും. അപ്പോൾ അത് കഴിയുമ്പോൾ എനിക്ക് വായിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഹസ്ബൻഡ് വായിക്കുമ്പോൾ അത് നീ എൻ്റെ അക്കൗണ്ടിലാക്കി നീ അത് വരവ് വെക്കണമെന്ന് പറയും. പക്ഷേ അമ്മ പിറ്റേ ദിവസം വരുമ്പോൾ ഒരു ചുരുൾ കൊണ്ടുവന്ന് കാണിക്കും. എന്താണ് ചുരുളെന്ന് പറഞ്ഞാൽ? എന്താണ്? വചനമാണ്. വചനം നമുക്കറിയാം. വചനത്തിന് ചുരുളെന്നല്ലേ പറയണത്. അളവ് പറയുന്നുണ്ട്, ചുരുൾ കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വായിക്കേണ്ടത്, നീ എന്നോട് പറഞ്ഞത് നീ ചെയ്യാവുന്നതല്ലേ പറഞ്ഞത്, അത് നീ തന്നെ ചെയ്യണം. അതാണ് ചുരുൾ കാണിക്കുന്നത്. അപ്പം നമ്മൾ എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നോക്കണം. അതായത് നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു കുഴപ്പം എന്താ അറിയാമോ? നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം, നിങ്ങളുടെ ആ വിഷയത്തിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ദൈവത്തോട് പറഞ്ഞ കാര്യത്തിലല്ല. നിങ്ങൾ ദൈവം ചെയ്ത് തരേണ്ട കാര്യത്തിലാണ് നിങ്ങൾ ദൈവത്തിൻ്റെ അത് പ്രാധാന്യം കൊടുക്കുന്നത്, ദൈവത്തിനല്ല. നിങ്ങൾ ദൈവത്തോട് പറഞ്ഞ കാര്യത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ദൈവത്തോട് പറഞ്ഞ കാര്യത്തിൽ നിങ്ങളൊന്ന് പ്രാധാന്യം കൊടുത്ത് നോക്കിക്കേ. അപ്പോൾ ഉടമ്പടി എന്താണെന്ന് നിങ്ങൾ അറിയും. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഞാൻ ദൈവത്തിരുസന്നിധിയിൽ ഉടമ്പടി പ്രകാരം അങ്ങയോട് ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങള് വർദ്ധിച്ച അഭിഷേകത്തോടെ ചെയ്യാൻ എനിക്ക് ദൈവ കരുത്ത് നൽകണമേ. അഭിഷേകത്താൽ നിറഞ്ഞ് പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും നിബന്ധനകളും പാലിക്കുവാൻ ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. കാര്യങ്ങളുണ്ടല്ലോ, ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതൊരു ടിൻഡു മാനന്തവാടിയുടെ സാക്ഷ്യങ്ങൾ കേട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ, സാക്ഷ്യത്തിൽ നിന്നാണ് ഉടമ്പടിയുടെ നിലവാരം നമ്മൾ അറിയണത്, പ്രസൻറ്റ് നിലവാരം. ടിൻഡു മാനന്തവാടി സാക്ഷ്യം എന്താണ്? അവർ മാലദ്വീപ്സിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവരവിടെ നിന്ന് പോകാം, അവർക്ക് UK വിദേശത്തേക്കോ ഒരു ഇൻ്റർവ്യൂവും ഇല്ലാതെ, അതുപോലെ തന്നെ ഒരു ഏജൻറ്റും ഇല്ലാതെ ഭർത്താവിനും ഭാര്യയ്ക്കും കുഞ്ഞിനും ഒരുമിച്ച് വിസ കിട്ടിയ ആളാണ്. എന്താ കാര്യം? അങ്ങനെ കിട്ടാൻ കാര്യം എന്താ? ഏജൻറ്റ് പോലും ഇല്ലാതെ എന്താ കാര്യം? ഇവർ കർത്താവിനോട് പറഞ്ഞ കാര്യങ്ങൾ
കർത്താവിനോട് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് ചെയ്ത്. അവരെന്താ പറഞ്ഞത്? അവർ ഒരു കെട്ട് പത്രം വാങ്ങിക്കുന്നതിന് പകരം ഇവർ 2000 പത്രം വാങ്ങിച്ചിരിക്കണം. 2000 പത്രം വാങ്ങിച്ചിട്ട് കേരളത്തിലും തമിഴ്നാടിൻ്റെ അതിർത്തി വരെ, മാനന്തവാടിയല്ലേ, തമിഴ്നാടിൻ്റെ അതിർത്തി വരെ കൊണ്ടുപോയി സ്കൂളുകളിലൊക്കെ കൊടുത്തിട്ട് അവർ പറയുന്ന ന്യായം എന്താണെന്ന് അറിയാമോ? പുതിയ തലമുറ കർത്താവിനെ അറിയണം. അപ്പോൾ കർത്താവിന് വേണ്ടിയുള്ള ഒരു ഉടമസ്ഥ ജോലിയാണ് ചെയ്യണത്. നിങ്ങളെ ചിലരും ഈ ഉടമ്പടി വാടകക്കാരാണ്. അതായത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് കർത്താവിന് വേണ്ടി ഒരു ജോലി ചെയ്യുന്നു ഉടമ്പടിക്കാലത്ത്, അതല്ല. അപ്പോൾ വാടകക്കാരും വീട്ടുകാരും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ചില ആൾക്കാർ ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും അവരുടെ കാര്യങ്ങൾ മാത്രം നടന്നോ എന്ന് ചിന്തിച്ച് ആകുലപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം നിങ്ങളെ വീട്ടുകാരായിട്ട് കണക്കാക്കത്തില്ല, വാടകക്കാരായിട്ട് കണക്കാക്കത്തുള്ളൂ. ആ ഒരു നിലവാരം മാറ്റിയെടുക്കണം. ഇപ്പം ടിൻഡു എന്താ പറയണത്? പുതിയ തലമുറ കുട്ടികൾക്ക് ഞാനിത് കൊടുക്കും. എന്താ കാര്യം? കുട്ടികൾ ദൈവത്തെ അറിഞ്ഞാൽ ചെറുപ്പകാലം മുതലേ, അപ്പോൾ ദൈവസ്നേഹം ഉള്ളതുകൊണ്ട് അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയണത്. കുട്ടികൾ ദൈവത്തെ അറിയണം. എന്നിട്ട് കുഞ്ഞുങ്ങളോടൊക്കെ അത് പറയും, ദൈവത്തെക്കുറിച്ച് പറയുകയും പത്രം കൊടുക്കുകയും. ഇപ്പോൾ പത്രം കൊടുക്കുന്ന പല ആൾക്കാരും ഈ ആഴ്ച സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവർ പത്രം കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ആശ്വാസമാണ്. എന്താണ്? അവർക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. കാര്യം ആ മാസത്തെ മുഴുവനും വലിയ സാക്ഷ്യങ്ങളാണ് പത്രത്തിലുള്ളത്. അപ്പോൾ അതായത് പ്രസിൻഡ എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞ ദിവസങ്ങളിൽ പ്രസിൻഡ പറയണത്, ഞാൻ എൻ്റെ ജീവിതം തീർന്നു, ഇനി ആത്മഹത്യയെ വഴിയുള്ളെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ദേവാലയത്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ കൊണ്ടുവന്ന്, ആളെ ഞാൻ കണ്ടില്ല, എൻ്റെ മടിയിലൊരു കൃപാസനം പത്രം ഇട്ട്. ആ സാക്ഷി നിങ്ങൾ കേൾക്കണം. ഇത് ഇന്നലെ അപ്പിയിരിക്കണതാണ്. അതോടുകൂടി ഈ കൃപാസനം ഉടമ്പടി ഇല്ലായിരുന്നെങ്കിൽ ഇത് പറയാൻ വേണ്ടി ഞാനിന്ന് ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അവർ പറയണത്. അവരുടെ ലൈഫ് അത്രയും പോയായിരുന്നു, അത്രയും ലൈഫ്. പക്ഷേ ഇവർ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഇവർ പറയണ ഒരു സംഭവമുണ്ട്. എന്താണ്? എന്നെ വിശുദ്ധ കുർബാനയുടെ കുഞ്ഞാക്കി മാറ്റണം, ഈശോയുടെ സ്വന്തം മോളാക്കി മാറ്റണം. അപ്പോൾ അവർക്ക് അവർ 10-25 വയസ്സുള്ളാന്ന് തോന്നണം. പക്ഷേ ഇവർ ആദ്യം ഉടമ്പടി എടുക്കുന്നത് അവരുടെ ജോലിയോ ഒന്നുമല്ല, അവരുടെ വിവാഹവും അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അവരുടെ കുടുംബത്തിൽ വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്, അതൊന്നുമല്ല. ഇവരവിടെ ചെല്ലുമ്പോൾ ആദ്യം എഴുതി വെക്കണേ, എന്നെ ഈശോയുടെ മോളാക്കി മാറ്റണേ, എന്നെ വിശുദ്ധ കുർബാനയുടെ ഉപാസകയാക്കി മാറ്റണേ എന്നാണ് ഇവരെഴുതുന്നത്. അവരെങ്ങനെയാണ് അത് എഴുതിയെന്ന് അവർക്കറിയത്തില്ല. അതിൽക്കാണ് അവർ ഷീസ് എ കാത്തലിക്. അപ്പോൾ വിശുദ്ധ കുർബാനയോട് അത്രയും, ഈ കാത്തലിക്സാണല്ലേ എല്ലാ ദിവസവും കുർബാന ഉള്ളതും, പറ്റുന്നവരെല്ലാം കുർബാനക്ക് പോകും, കർത്താവിന് സാധിക്കുന്നവരൊക്കെ പോകും. അപ്പോൾ മറ്റു സഭകളിലെ കുർബാന അത്രയും ഒരു മസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ തെറ്റിദ്ധാരണയാണെങ്കിൽ ക്ഷമിക്കട. അതായത് അവർ പറയുന്നതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അവർ പറയുന്ന രീതിയിൽ നിന്നാണ് ഞാൻ ഇത് പറയണത്, അല്ല എൻ്റെ ഒരു അഭ്യൂഹമല്ല. അപ്പോൾ അവർ പറയും. പക്ഷേ എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഓ ഞാൻ അങ്ങനെ എഴുതിയോ എന്ന് പുറത്തിറങ്ങിയ. അത് ഞാൻ കാത്തലിക് അല്ലല്ലോ എന്നാണ് അവർ പറയണത്. അതാണ് പ്രശ്നം, അതാണ് അവർ പറയണത്. ഞാനിങ്ങനെ എഴുതിയോ, ദിവസം പള്ളിയിൽ ദിവസവും കുർബാനയ്ക്ക് പോയിക്കൊള്ളാമെന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അവരെഴുതിയാൽ എന്നെ ഈശോയുടെ മകളാക്കണമേ, എനിക്ക് ദിവസവും കുർബാനയ്ക്ക് പങ്കെടുക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. പക്ഷേ എഴുതി കഴിഞ്ഞ ആൾ പുറത്ത് വന്നപ്പോഴാണ് അടിപ്പം പറ്റി അറിയണത്. ഇങ്ങനെ അവർ ചിന്തിച്ചിട്ടില്ല, കാരണം അവർക്കറിയാൻ പറ്റത്തില്ല. അതിനുള്ള സൗകര്യം അവർ താമസിക്കുന്ന സ്ഥലത്തില്ല താനും. ദിവസം കുർബാനയുള്ള പള്ളി ഇല്ല അവിടെ, ദിവസം കുർബാനയുള്ള പള്ളി അവിടെ ഇല്ല. അപ്പോൾ അവരോർക്കുമേ ഇതെന്ത് പരിപാടി, ഞാനെന്താ ഇങ്ങനെ എഴുതിയത്, എനിക്കിങ്ങനെ എങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റും, എനിക്കതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇവരുടെ ഡെസ്പായി നടക്കുമ്പോൾ പെട്ടെന്ന് ഇവരുടെ സഭയിലെ കുർബാന പാട്ട് വെറുതെ വന്ന് തലക്കടിക്കും എപ്പോഴും. ഇവിടെ അതായത് ഈശോ തിരിച്ചു വരെ വിളിക്കുകയാണ് ഉടമ്പടി ഓർപ്പിച്ചുകൊണ്ട്. കാരണം അവിടെ എഴുതിയിരിക്കുന്ന കാര്യം കറക്റ്റാണ്, എനിക്ക് ഈശോയുടെ മകളായി ജീവിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ഈശോയുടെ ഹൃദയത്തെ ശരിക്കും അങ്ങ് സ്പർശിച്ചിട്ടുണ്ട്. അവൾ എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ കാര്യം, എനിക്ക് വിശുദ്ധ കുർബാന എല്ലാ ദിവസവും കൂടണമെന്ന് എഴുതിയിരിക്കുകയാണ്. അത് ഈശോയുടെ ഹൃദയത്തെ വല്ലാതെ, അതായത് ദൈവത്തിന് വേണ്ടി ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്താൽ ദൈവം പെട്ടെന്ന് നമ്മളെ ഓൺ ചെയ്യും. ഉടമ്പടിയിൽ വരുന്ന ഒരു മരവിപ്പെന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു അകൽച്ച വരണത്. അതുകൊണ്ടൊന്ന് തിരുത്തണമെന്ന് എനിക്ക് തോന്നണത്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, പ്രിൻസയെ പോലെ
അങ്ങയെക്കുറിച്ച് ചിന്തിക്കുവാനും അങ്ങയെക്കുറിച്ച് ചിന്തിക്കുവാനും അങ്ങയെ ഓർക്കുവാനും അങ്ങയെ ഓർക്കുവാനും അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാനും അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാനും എന്റെ ജീവിതത്തെ ഉടമ്പടി പ്രകാരം പുനർക്രമീകരിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ ഉടമ്പടി പാലിച്ചു മുന്നേറും.